ഹായ് നമുക്കിന്നൊരു പ്ലാനിങ് ഇല്ലാത്ത ഒരു വീഡിയോ കണ്ടാലോ. ഞാൻ 2 days ആയിട്ട് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ വരുന്നത് മുതൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ വന്നതാണ്. അപ്പോൾ കൂട്ടിന് എനിക്ക് ഗോപികേച്ചും കൂടിയും കൂടെ ഉണ്ടായി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾ ഉബർ ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഉബർ വന്നേ. അപ്പം ഞങ്ങളത് വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം നിന്നു കേട്ടോ. ഞാനിവിടെ വന്നിട്ടുള്ളത് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അതിനൊരു ക്ലാരിറ്റി ഇതിലോട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ക്ലാരിറ്റി എന്തായാലും കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം കേട്ടോ. എൻ്റെ മുഖം നോക്കണ്ട. ചേച്ചി വരുന്നോ? നല്ല വെയിലുണ്ട്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി ടയേർഡായി. ഒന്നാമത് യാത്ര ചെയ്തിട്ടുണ്ട്, ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഗൈസ്, നെക്സ്റ്റ് ഡേ ഞങ്ങൾ നന്നായി പ്രൊഡക്റ്റീവ് ആക്കാൻ തന്നെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിക്കുകയും ചെയ്തു കേട്ടോ. കാരണം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആയിട്ടുണ്ടായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങൾ അവിടുന്ന് സർബത്ത് കുടിച്ചു. കണ്ടില്ലേ ചേച്ചിയുടെ മുഖത്തെ എക്സ്പ്രഷൻ, ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. പിന്നെ വഴിയിൽ നിന്ന് കിട്ടിയ ഞാവലുമായി തിന്ന് പറക്കി ഞാൻ പോയി. പിന്നെ അവിടെ എത്തി ഞങ്ങൾ ചായ കുടിച്ചു, പുറത്തേക്ക് പോകാനുള്ളത് നോക്കി. ഇവിടെ എന്തിനാ വരണേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ 2-3 മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതൊരു കംഫർട്ട് സോണാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർ ചെയ്തു തരും. നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എപ്പോഴും വീട്ടിൽ നിന്ന് എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. സോ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ. എന്തായാലും ഞാൻ നിങ്ങളതൊക്കെ അറിയിപ്പിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ. ബൈ.